إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اعبدوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم ثم جعلناك على شريعة من الأمر فاتبعنا ولا تتبع أهواء الذين لا يعلمون إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين أما بعد فاتقوا الله عباد الله حق التقوى وراقبوه في السر والنجوى اللهم علمنا ما ينفعنا وزدنا علما يا كريم ഏറെ ആദരണീയരായ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും കനിഞ്ഞരുളി നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറു മാഇൻ വുജിദ അലാ ദഹ്രിൽ അർദ്, ഭൂമിയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ വെച്ച് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും പവിത്രമായ ബറക്കത്ത് നിറഞ്ഞൊരു വെള്ളത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവിടുന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യഖൂലു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദി മാഉ സംസം. അലാ വജ്ഹിൽ അർദ്, ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച വെള്ളങ്ങളിൽ ഏറ്റവും പവിത്രമായത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ബറക്കത്ത് നിറഞ്ഞത് എന്നുള്ളത് മാഉ സംസം, അത് സംസം വെള്ളമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നതായി കാണാൻ സാധിക്കും, മാഉ സംസം ലിമാ ശുരിബ ലഹ്,
സംസം വെള്ളം എന്നുള്ളത് അത് എന്തിനു വേണ്ടിയാണോ കുടിക്കപ്പെട്ടിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അവിടുന്ന് മറ്റൊരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സംസം വെള്ളത്തെ പറ്റി ഇങ്ങനെയുള്ള പോരിശകൾ, മഹത്വങ്ങൾ, പവിത്രതകൾ നമ്മൾ പഠിക്കുമ്പോൾ സംസം വെള്ളത്തിന് പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കാൻ കരുതി വെച്ചിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസം വെള്ളത്തിന് പിന്നിൽ വല്ലാത്തൊരു കഥ, ഖിസ്സ, ഇബ്റ, മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞതുപോലെ ഒരു ഖിസ്സയുണ്ട് സംസം വെള്ളത്തിന് പിറകെ, ഒരു ഇബ്റയുണ്ട്, ഗുണപാഠമുണ്ട് സംസം വെള്ളത്തിന് പിറകെ. സംസം വെള്ളം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. സംസം വെള്ളം എന്നുള്ളത് എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലേക്ക്, ഇസ്ലാമിക സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസം വെള്ളത്തെ അവതരിപ്പിച്ച കഥ അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലമ്മാ ലഖദ് അമറല്ലാഹു ഇബ്രാഹീമൽ ഖലീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖലീലുല്ലാ എന്ന വിശേഷ പേരുള്ള അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ, ഉറ്റമിത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൽപ്പിക്കുകയാണ് തൻ്റെ ഭാര്യയായ ഹാജറയെയും വലദഹു ഇസ്മായിൽ, ഇസ്മായിൽ എന്ന പുത്രനെയും ഇബ്രാഹിമെ നീ മക്കയിൽ കൊണ്ടാക്കേണ്ടതുണ്ട്. ആ സമയത്ത് മക്കയുടെ സവിശേഷത എന്നുള്ളത് ലാ സറഉൻ വലാ മാഉൻ വലാ ബശറുൻ, ഒരു മനുഷ്യൻ ആരുമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടിടാൻ കൽപ്പിച്ചിട്ടുള്ളത്. വലാ മാഉൻ, അവിടെ മഴവെള്ളമില്ല, മഴ ലഭിക്കൂല, ഒരു നിലക്കും വെള്ളം ലഭിക്കാത്തൊരു സ്ഥലത്ത്. വലാ സറഉൻ, ഒരു കൃഷിപ്പാടങ്ങളും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക്. ഇങ്ങനെയൊക്കെ സവിശേഷതകളിൽ. വലാ മാഉൻ, വെള്ളമില്ലാത്ത, കിണറില്ലാത്ത, വെള്ള സ്രോതസ്സുകളില്ലാത്ത. വലാ ബശറുൻ, കൂട്ടിനായിക്കൊണ്ട് ഒരു മനുഷ്യ സ്ത്രീയോ ആരുമില്ലാത്ത ഒരു നാട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ് അയ്യദ്ഹബ ബിസൗജിഹി ഹാജറ, തൻ്റെ ഇണയായ, തൻ്റെ ഭാര്യയായ ഹാജറയും തൻ്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെയും കൊണ്ട് ഇബ്രാഹിമെ നീ മക്കയിലേക്ക് പോവേണ്ടതുണ്ട്. ഫമല്ലാ ഇബ്രാഹിം മുസ്തസ്ലിമൻ മുതിഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ഒരു അണുവിടാതെ അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹ് പറഞ്ഞതെന്തോ അത് അങ്ങനെ തന്നെ കീയൊതുങ്ങുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചു ചോദ്യം ചെയ്യാതെ, അള്ളാഹുവെ അവിടെ ഒരു ബശറില്ലാതെ, അള്ളാഹുവെ അവിടെ വെള്ളങ്ങളൊന്നും ഇല്ലാതെ പഠിച്ചോനെ, ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും എന്താ ചെയ്യ പഠിച്ചോനെ, അവരെ കൊണ്ടുപോയിട്ട് അവർ ബുദ്ധിമുട്ടാവൂലേ, നീ വിധിയൊന്ന് മാറ്റിത്തരൂ, ഈ കൽപ്പനയിൽ കുറച്ച് ഇളവ് വരുത്തി തരൂ എന്നൊരു മറുചോദ്യം ചോദിക്കാതെ അള്ളാഹു പറഞ്ഞു എന്നുറപ്പായപ്പം, അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കിട്ടിയ മാത്രം അദ്ദേഹം ഉടനെ അവരെയും കൊണ്ട് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. എന്നിട്ട് അവരെ അവിടെ ആക്കിയതിന് ശേഷം ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവർക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം, ഒരു 7 ദിവസത്തോളം വെള്ളം കുടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. കുറച്ച് വെള്ളം കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭക്ഷിക്കാൻ കുറച്ച് ദിവസം ഭക്ഷിക്കാനുള്ള കാര്യങ്ങളും അവർ കൂടെ കരുതിയിരുന്നു. എന്നിട്ട് അവരവിടെ വെച്ചതിന് ശേഷം ഒന്നും പറയാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ മഹദിയായ ആയിഷ ബീവി, മഹദിയായ ഹാജറ ബീവി പറയുന്നുണ്ട്, യാ ഇബ്രാഹിം ഐന തദ്ഹബ്, ഇബ്രാഹിമെ നീ എവിടേക്കാണ് പോകുന്നത്? വതതുറുകുന ബിഹാദൽ വാദി, ഈ തായ്വാരത്ത് ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എവിടേക്കാണ് ഇബ്രാഹിമെ താങ്കൾ പോകുന്നത്? അല്ലദീ ലൈസ ഫീഹി ഇൻസുൻ വലാ ശൈഉൻ, മനുഷ്യനോ വലാ ശൈഉൻ, ഒരു കാര്യവുമില്ലാത്ത, ഒരു മനുഷ്യജാലങ്ങളുമില്ലാത്ത, വെള്ളമോ സഹായത്തിന് ആരുമില്ലാത്ത ഈ സ്ഥലത്ത് ഞങ്ങൾ ഉപേക്ഷിച്ച് താങ്കൾ പോവുകയാണോ? ലാകിന്നഹു ലാ യുറദ്, ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞില്ല. വല യൽതഫിത്, ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഫഖാലത് ലഹു, ആ സമയത്ത് ഹാജറ ബീവിക്ക് കാര്യം മനസ്സിലായി. ഹാജറ ബീവി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹല്ലദീ അമറക ബിഹാദാ, അല്ലാഹു ആണോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? തൻ്റെ പ്രിയതമൻ തങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് പോലും മറുപടി തരാതെ, ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വിഷമത്തോടെ അദ്ദേഹം തിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ, ഒരു മറുപടിയും കേൾക്കാത്ത സന്ദർഭത്തിൽ ഹാജറ ബീവിക്ക് കാര്യം മനസ്സിലായി. അള്ളാഹുവിന്റെ കൽപ്പനയാവാനാണ് സാധ്യത. അത് ഉറപ്പുവരുത്താനായി ഹാജറ ബീവി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കേണ്ടായി, അള്ളാഹു ആണോ ഇതിന് താങ്കളോട് കൽപ്പിച്ചത്? ആ സമയത്ത് ഇത്രയും നേരം മൗനിയായിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല നഅം, അതെ. ആ സമയത്ത് മഹദിയായ ഹാജറ ബീവി പറഞ്ഞ വർത്തമാനം, ആ സമയത്ത് നഅമെന്ന് കേട്ടതിന് ശേഷം അതിന് മറുപടി എന്നോണം മഹദിയായ ഹാജറ ബീവി പറഞ്ഞ പ്രതീക്ഷയുടെ വാക്കുകൾ,
മഹദിയായ ഹാജറ ബീവി പറഞ്ഞ വർത്തമാനം ഓരോ മുസ്ലിമിനും ഓരോ മുസ്ലിമത്തിനും പ്രതീക്ഷയേകുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന, എന്നാൽ അള്ളാഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പവിത്രമായ വാചകങ്ങളായിരുന്നു ഇതെല്ലാം. അള്ളാഹു ആണ് താങ്കളോട് ഇത് കൽപ്പിച്ചതെങ്കിൽ അവൻ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല, അവൻ ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന് മഹദിയായ ഹാജറ ബീവി അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യത്തി, അള്ളാഹുവേ എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയും എൻ്റെ ഇണയെയൊക്കെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണ് പടച്ചോനെ, ഇവിടെ നീ നല്ല കായ്ക്കനികൾ നീ ഉണ്ടാക്കണേ പടച്ചോനെ, ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു ഇടമാക്കി നീ മാറ്റണേ എന്നും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അങ്ങനെ 7 ദിവസം പിന്നിട്ടു. 7 ദിവസം പിന്നിട്ട സന്ദർഭത്തിൽ കയ്യിലുള്ള വെള്ളം തീർന്നു. മകൻ ഇസ്മായിൽ കരയുകയാണ്, കയ്യിലുള്ള ഭക്ഷണവും തീർന്നു. ആ സമയത്ത് നമ്മളൊക്കെ കേട്ടതുപോലെ മഹദിയായ ഹാജറ ബീവി സഫാ മർവ കുന്നുകൾക്കിടയിൽ 7 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിത്തിരിയാണ്. എവിടെങ്കിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ, മലമുകളിൽ കയറി നിന്നാൽ എവിടെങ്കിലും ഒരു വെള്ളത്തിന്റെ ഉറവുണ്ടോ എന്ന് കണ്ടെത്താനാവും. ആ പ്രതീക്ഷയിൽ അദ്ദേഹം മഹദിയായ ഹാജറ ബീവി 7 വട്ടം സഫാ മർവ കുന്നുകൾക്കിടയിൽ നടന്നു എന്നുള്ളതാണ് ചരിത്രം. ആ സമയത്ത് തന്റെ മകന്റെ അടുക്കൽ ഒരു ശബ്ദം കേട്ടു, ഒരു സംസാര ശബ്ദം കേൾക്കാനിടയായി. ആ സമയത്ത് ഹാജറ ബീവി തിരിച്ചു പോയ സന്ദർഭത്തിൽ അവിടെ ഒരു മലക്കിനെ കാണാനിടയായി. മലക്കിന്റെ അടുത്ത് സംസം വെള്ളം പൊട്ടി ഒഴുകുന്നുണ്ട്. മലക്കുണ്ട്, ഇസ്മായിൽ നബി ഉണ്ട്. ആ മലക്കിന്റെ അടുത്തായിക്കൊണ്ട് ഇസ്മായിൽ നബിയുടെ അടുക്കലായിക്കൊണ്ട് സംസം വെള്ളം പൊട്ടി ഒഴുകുന്നുണ്ട്. എന്നിട്ട് ആ മലക്ക് ചോദിച്ചു, ഹാജറ ബീവിയോട് മലക്ക് പറയുകയാണ്, താങ്കൾ ലൊയ്അത്തിനെ, ഹാജറ ബീവി താങ്കൾ ലാ തഖാഫുൽ ലൈഅ, അല്ലാഹു താങ്കളെ കൈവടിയുമെന്ന്, അല്ലാഹു നിങ്ങളെ കൈവടിയുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടോ? അങ്ങനെ ഭയപ്പെടേണ്ടതില്ലട്ടോ. അല്ലാഹു നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് മലക്ക് കൂടി സമാശ്വസിപ്പിച്ചപ്പോ ഹാജറ ബീവിയുടെ സംസാരവും മലക്കിന്റെ സംസാരവും ഒന്ന് ചേർത്ത് വെക്കണം നമ്മൾ. ഹാജറ ബീവി പറഞ്ഞു, അള്ളയാണ് കൽപ്പിച്ചതെങ്കിൽ, അള്ളയാണ് ഇതിന് കൽപ്പിച്ചതെങ്കിൽ അള്ളാഹു ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല, അള്ളാഹു ഞങ്ങളെ കൈവടിയുകയില്ല. അതേ വാക്യങ്ങൾ മലക്കൊന്നുകൂടി 7 ദിനങ്ങൾക്കിപ്പുറം ആവർത്തിച്ചു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവടിയുമെന്ന് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളെ, അല്ലാഹുവിനെ തഖ്വ കൈക്കൊള്ളുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ ഒരു മാർഗത്തിലും ഒരു വേളയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവടിയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറയിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്, വതവക്കൽ അലൽ അസീസിർ റഹീം, പ്രതാപവാനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ വരമേൽപ്പിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരോടും കൽപ്പിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇഹ്ഫദില്ലാ യഹ്ഫദുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സൂക്ഷിക്കുക. എങ്ങനെയാ അല്ലാഹയെ സൂക്ഷിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളായി കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുതെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ വിട്ടുനിന്നുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും നിങ്ങൾ ചെയ്യണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇഹ്ഫദില്ല, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യഹ്ഫദുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സുരക്ഷയൊരുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇഹ്ഫദില്ല തീർന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ രണ്ടാമതൊരു വാഗ്ദാനം കൂടി നൽകുകയാണ്, തജിദുഹു തുജാഹക്, നിനക്ക് നിന്റെ മുന്നിൽ അവനെ കാണാൻ സാധിക്കും. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ സൂക്ഷിച്ചുകൊള്ളുക, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം ഇഹലോകത്തും പരലോകത്തും യഹ്ഫദുക, നിനക്ക് സുരക്ഷയേകും. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജറ ബീവിയെ കൈവടിയാത്തതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൈവടിയാത്തതുപോലെ, പ്രിയമകൻ ഇസ്മായിലിനെ അല്ലാഹു കൈവടിയാത്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്ഫദുക, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാ തജിദുഹു തുജാഹക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി
ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിന്നോ തജിദുഹു തുജാഹക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിനക്ക് നിന്റെ മുമ്പിൽ കാണാമെന്നും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, മൻ അർളല്ലാഹ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുവോ ബിസഖത്തിന്നാസ്, ജനങ്ങളുടെ കോപം വാങ്ങിയിട്ടാണെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ജനങ്ങളുടെ അതൃപ്തി വാങ്ങിയിട്ടാണെങ്കിലും എനിക്കെന്റെ അള്ളാഹുവിന്റെ തൃപ്തിയാണ് വലുതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് മുൻഗണന നൽകിയവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കഫാഹുല്ലാ, അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്കും അങ്ങനെയുള്ള മുഅ്മിനത്തുകൾക്കും കഫാഹുല്ലാ, അള്ളാഹു അവർക്ക് മതിയാവുന്നതാണ്. വമൻ അസ്ഖതല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ അതൃപ്തി കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ബിരിവന്നാസ്, ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു ഹറാമാക്കിയത് ചെയ്യുന്ന പല ആളുകളുമുണ്ട്. ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി, തന്റെ ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി, തന്റെ കുടുംബക്കാരുടെ തൃപ്തിക്ക് വേണ്ടി, കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും അങ്ങനെ സ്വന്തം ഇച്ഛയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെ സ്വന്തത്തിന് വേണ്ടി, മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അതൃപ്തി കരസ്ഥമാക്കിയവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകലഹുല്ലാഹു ഇലന്നാസ്, അവനെ അല്ലാഹു ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവനെ അള്ളാഹു സംരക്ഷിക്കുകയില്ല, അള്ളാഹു അവനെ നോക്കുകയില്ല. അവൻ ആരിലാണോ ബലമേൽപ്പിച്ചിരുന്നത്, അവൻ ആർക്കാണോ കൂടുതൽ മുൻഗണന നൽകിയത്, അവരിലേക്ക് അള്ളാഹു അവനെ ഏൽപ്പിച്ചു കൊടുക്കും. മൻ അസ്ഖതല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ അതൃപ്തി കരസ്ഥമാക്കിയാൽ എങ്ങനെ ബിദിരിവന്നാസ്, ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ കോപവും അതൃപ്തിയും കരസ്ഥമാക്കിയവരോടും പ്രവാചകൻ പറയുകയാണ്, അവരെ അള്ളാഹുവിന് ആവശ്യമില്ല. അവരാർക്കാണോ അവര് വരമേൽപ്പിച്ചത് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായിരുന്ന, ഒന്നാമത്തെ ഭാര്യയായിരുന്ന സാറാ ബീവിയിലും നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അവരുടെ കഥയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സുന്ദരമായ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കും അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ആളുകൾക്കും അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു സംരക്ഷിക്കുമെന്നതിനുള്ള ഉദാഹരണം മഹദിയായ സാറാ ബീവിയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇബ്രാഹിം ഖലീലുല്ലാഹി യുഹാജിറു ബിസൗജതിഹി സാറ, മഹദിയായ സാറാ ബീവിയെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു യാത്രയിലായിരുന്നു. വൈമധ്യ ഒരു രാജ്യത്ത് അദ്ദേഹം ഇറങ്ങുകയും ആ രാജ്യത്തിന്റെ മലിക്കിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അദ്ദേഹം വഖാന വലൂമ, അദ്ദേഹം അക്രമകാരിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ രണ്ട് സ്വഭാവ ഗുണങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഭരണാധികാരി വലൂമാണ്, അക്രമിയാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ കരസ്ഥമാക്കുക, നേടിയെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. അദ്ദേഹം ഒരു ഇളവേ കൊടുക്കുമായിരുന്നു. എന്ത്, മറ്റാരുടെ രണ്ടാളുകൾ വന്നു, ഭർത്താവും ഭാര്യയാണ്. ആ ഭാര്യക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും തനിക്കിഷ്ടപ്പെട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ രാജാവ് നേടിയെടുക്കുമെന്നുള്ളതായിരുന്നു ആ രാജാവിന്റെ ഒരു രീതി. എന്നാൽ ഇളവ് കൊടുക്കുമായിരുന്നു. എന്നാൽ അത് സഹോദരന്മാരായിരുന്നുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവരെ രാജാവ് ഒഴിവ് കൊടുക്കും, വേണ്ടാന്ന് പറയും. എന്നാൽ ഭാര്യ സഹോദരിമാരല്ലാത്ത ബാക്കി ഏത് സ്ത്രീകളെയും രാജാവിന് ഇഷ്ടപ്പെട്ടാൽ രാജാവ് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അക്രമിയായ ആ രാജ്യത്തെ രാജാവിന്റെ രീതി എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായ സാറയെ ചില നാട്ടിന് പുറത്തുള്ള ആളുകൾ കാണുകയും രാജാവിനോട് അറിയിക്കുകയും ചെയ്തു, ഇന്ന നാട്ടിൽ ഇന്നൊരാൾ വന്നിട്ടുണ്ട്, ആ പെണ്ണിനെ നിങ്ങൾക്ക് യോജിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആദ്യമായിക്കൊണ്ട് ആ രാജാവ് വിളിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആ രാജാവ് ചോദിച്ചു, ആരാണ് കൂടെയുള്ളതെന്ന് ചോദിച്ചു. ആരാണ് കൂടെയുള്ളതെന്ന് ചോദിച്ച സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, ഇബ്രാഹിം നബിക്ക് അറിയാം അവിടുത്തെ രീതികൾ, ഇബ്രാഹിം നബി പറഞ്ഞു കൂടെയുള്ളത് സഹോദരിയാണ് എന്ന് പറഞ്ഞു. സഹോദരിയാണെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബിനെ വിട്ടുകളഞ്ഞു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരെ തിരിച്ച് വീട്ടിൽ പോയിട്ട് സാറയോട് പറഞ്ഞു, നീ എൻ്റെ സഹോദരിയാണ് എന്ന് ആണ് പറഞ്ഞത്. അവരോട് നീ എൻ്റെ സഹോദരിയാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അത് കളവല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിവരിച്ചു കൊടുക്കുകയാണ്, നീ എൻ്റെ ഭാര്യയായിരിക്കെ തന്നെ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ എൻ്റെ സഹോദരി കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ലേ, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, എല്ലാ മുസ്ലിങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹോദരന്മാരാണ്. ആ രീതിയിൽ, ആ ഒരു വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമതായിക്കൊണ്ട് എന്നിട്ടും ആ രാജാവിന് എങ്ങനെയോ ലഭിക്കണമെന്നായി സാറാ ബീവിയെ. അങ്ങനെ സാറാ ബീവിയെ രാജാവ് വിളിപ്പിക്കുകയാണ്. വിളിപ്പിച്ചുകൊണ്ട് ആ സാറാ ബീവിയെ കണ്ട മാത്രയിൽ
കണ്ട മാത്രയിൽ ഈ രാജാവ് എണീറ്റ് നിന്നുകൊണ്ട് സാറാ ബീവിയിലേക്ക് അടുക്കാൻ വേണ്ടി വളരെ ആർത്തിയോടെ അടുക്കുന്ന സന്ദർഭത്തിൽ മഹദിയായ സാറാ ബീവി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ സന്ദർഭത്തിൽ ആ രാജാവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻതു ആമൻതു ബിക വ ബിറസൂലിക വ അഹ്സൻതു ഫർജി. അല്ലാഹുവേ, ഞാൻ എൻ്റെ ഗുഹ്യാവയവം സംരക്ഷിക്കുന്നവളാണ് അല്ലാഹുവേ, ഞാൻ നിന്നിലും നിന്റെ പ്രവാചകനിലും വിശ്വസിക്കുന്നവളാണ് പടച്ചവനെ. ഇല്ല അലാ സൗജി ഫലാ തുസല്ലിത് അലയ്യ കാഫിർ. അല്ലാഹുവേ, എൻ്റെ ഭർത്താവിനല്ലാതെ മറ്റൊരാളുടെ മുന്നിലും എൻ്റെ പവിത്രത ഞാൻ എൻ്റെ ഭർത്താവിന് മുന്നിലല്ലാതെ ഞാൻ മറ്റാരുടെ മുന്നിൽ എനിക്ക് കീഴടങ്ങുന്ന ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഫലാ തുസല്ലിത് അലയ്യൽ കാഫിർ. ഒരു കാഫിറിന്റെ മുന്നിൽ എൻ്റെ മേൽ ഒരു കാഫിർ ആധിപത്യം സ്വീകരിക്കുന്നതിനെ തൊട്ട് എന്നെ നീ കാക്കണേ എന്ന് പ്രാർത്ഥിച്ച മാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐസഖത അലൽ അർദ് ഫഉത്ത ഹത്താ റകദ ബിരിജ്ലിഹി. അദ്ദേഹം ഭൂമിയിലേക്ക് ഒഴിഞ്ഞു വീണാണ്. ഭൂമിയിലേക്ക് കൊഴിഞ്ഞു വീണ സന്ദർഭത്തിൽ സാറാ ബീവി അള്ളാഹുവോട് പറഞ്ഞു, അള്ളാഹുവേ, അവൻ ഇവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും അവനെ ഞാനാണ് വധിച്ചതെന്ന്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആ വീണതിൽ നിന്ന് ആ ദുർബലത അവനിൽ നിന്ന് എടുത്തു മാറ്റിക്കളഞ്ഞു. ആ സന്ദർഭത്തിൽ അവൻ പിന്നെ എണീറ്റു. എന്നിട്ട് എണീറ്റപ്പോൾ പിന്നെ സാറാ ബീവിയുടെ അടുക്കലേക്ക് എടുത്തു ചാടാൻ നിന്ന സന്ദർഭത്തിൽ സാറാ ബീവി പിന്നെയും പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഇവൻ എന്നെ കീഴടക്കുന്നത് തൊട്ട് എന്നെ കാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിന്നെയും നിലത്തേക്ക് ഇട്ടു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിന്നെയും ദുർബലനാക്കി. അങ്ങനെ 3 വട്ടം ഇത് ആവർത്തിച്ചു. ഈ അള്ളാഹുവിനോട് 3 വട്ടം സാറാ ബീവി പ്രാർത്ഥിക്കുകയും 3 വട്ടം അവൻ വീഴുകയും ചെയ്യും. ഈ സമയത്ത് രാജാവിന് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് നടക്കൂല, എൻ്റെ കൈവിന് അതീതമാണ് ഇതെന്ന് മനസ്സിലായ സന്ദർഭത്തിൽ അവർ സാറാ ബീവിയെ വിട്ടുകളയുകയും എന്നിട്ട് സമ്മാനമായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഹാജറ ബീവിയെ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഈ ചരിത്രത്തിൽ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ പാഠം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവോട് മഹദിയായ സാറാ ബീവി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇന്ന പ്രതിസന്ധിയിലാണ് പടച്ചവനെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു അല്ലാഹുവേ, നിന്റെ പ്രവാചകനിലും വിശ്വസിക്കുന്നുണ്ട് അല്ലാഹുവേ, അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കല്ല നാഥ, എന്നെ കൈവടിയല്ല റബ്ബേ. അവന്റെ മുമ്പിൽ വെച്ച് അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ആ മഹദി സൂക്ഷിച്ച സന്ദർഭത്തിൽ അള്ളാഹു ആ മഹദിയെ കൂടി സംരക്ഷിച്ചു എന്നുള്ളതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചതിന് ശേഷം പറയുകയാണ്, ഇത് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവളാണെങ്കിലും തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാറുള്ള പ്രഗൽഭമായ ഒരു വാക്യമുണ്ട്, നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മളെ സുരക്ഷ നൽകും. നമ്മൾ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത കുറയും തോറും നമ്മുടെ സംരക്ഷണ വലയം ദുർബലമാവുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക, നമ്മുടെ സുരക്ഷാ കവചം ശക്തമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യമാക്കപ്പെട്ട സ്വർഗത്തിലേക്കുള്ള കവചമാണ് ആ ഇഹ്ഫദില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കൽ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, ഒരു വാചകം. അതിങ്ങനെയാണ്, ഇന്ന ശൈത്വാന യുഖവ്വിഫു ഔലിയാഅഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു പോകുന്ന ഒരു അടിമയെ യുഖവ്വിഫു ശൈത്വാൻ, ഷെയ്ത്താൻ അവനെ ഭയപ്പെടുത്തും. എങ്ങനെ? യുഖയ്യലു ഇലൈഹിം അന്നഹു ഇനിസ്തസ്ലമു ലിശർഇൻ, അള്ളാഹുവിൻ്റെ ശർഇന് കീഴൊതുങ്ങിയാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെ തന്നെ പൂർണ്ണമായി അനുസരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ദുനിയാവിൽ പല നഷ്ടങ്ങളും സംഭവിക്കും. ലാഉ വഹലകു, എനിക്ക് പലതും നഷ്ടപ്പെടും.
കച്ചവടത്തിലൊക്കെ പല ആളുകളും സൂക്ഷ്മത കൈവടിയാനുള്ള ഒരു ന്യായം പറയൽ, അതങ്ങനെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങ് അനുസരിച്ചാൽ നമുക്ക് വിചാരിച്ച പോലെ അങ്ങ് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട്, നമുക്ക് ജീവിച്ചു പോണ്ടേ. അങ്ങനെ ചില സൂക്ഷ്മതകൾ, ചില കളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലും വളരെ ഗൗരവകരമായ പല കളവുകളും നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല വീഴ്ചകളും വിട്ടുവീഴ്ചകളും അല്ലെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി നമ്മൾ കാണുന്ന പല സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സന്ദർഭത്തിൽ നമ്മൾ അല്ലാഹുവെ സൂക്ഷിക്കാറുണ്ടോ? ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരാറുള്ളൊരു ചിന്ത, ഇങ്ങനൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ എനിക്കെങ്ങനെ മുന്നോട്ട് പോവുക, അങ്ങനെ ആകുമ്പോൾ എനിക്ക് പലതും നഷ്ടപ്പെടൂല എന്നുള്ളതാണ്. അത് ശൈത്താനാണ്. യുഖവ്വിഫു ശൈത്താൻ, ആ ഭയപ്പാട് നൽകുന്നത് അത് ശൈത്താനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാം ക്ലിയറായി. ശൈത്താനാണ് ആ നഷ്ടബോധം നമ്മളിൽ വരുത്തുന്നത്. ശൈത്താനാണ് ആ ഒരു ചിന്ത ആ സന്ദർഭത്തിൽ നമുക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ശൈത്താൻ മാത്രമാണ്. മുശ്രിക്കീങ്ങൾ പോലും പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നു. നിന്റെ പാത ഞങ്ങൾക്ക് സ്വീകരിച്ച മുഹമ്മദെ, പല നഷ്ടങ്ങളും പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവും മുഹമ്മദെ എന്ന് മുശ്രിക്കീങ്ങൾ പോലും പറഞ്ഞിരുന്നത്. അഥവാ മുശ്രിക്കീങ്ങളുടെ വാദമായ ശൈത്താനിന്റെ തോന്നിപ്പിക്കലാണ് ആ നഷ്ടബോധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആദ്യം ഓതിയ ആയത്തും സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ, നബിയെ പിന്നീട് നിന്നെ നാം മതകാര്യത്തിൽ ഒരു തെളിഞ്ഞ മാർഗത്തിലാക്കിയിരിക്കുന്നു, ആകയാൽ നീ അതിനെ പിന്തുടരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോടും നമ്മളോടും ഒരുമിച്ച് കൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ മഹജ്ജത്തിൻ ബൈളാ, ഒരു വെളുത്ത സുന്ദരമായ ഒരു പാതയിലാണ് നമ്മളെ വിട്ടേച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ നമ്മൾ പിൻപറ്റുക. അറിവില്ലാത്തവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ശൈത്താനിന്റെ ഭയപ്പാടുകളെ, ശൈത്താനിന്റെ ഭയപ്പെടുത്തലുകളെ നമ്മൾ വില കുറഞ്ഞതായി കാണുക. അതിനെ ഒരു വിലയും കൊടുക്കാതിരിക്കുക. ആ നഷ്ടബോധങ്ങളിൽ നിന്ന്, ആ ഭയപ്പാടുകളിൽ നിന്ന് നമ്മൾ വീണുപോകാതിരിക്കുക. ശൈത്താൻ എന്നുള്ളത് ഏറ്റവും വലിയ ദുനിയാവിലെ വഞ്ചനയാണ് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിന്റെ സകല ഷർറിൽ നിന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശൈത്താനാണ് നമ്മുടെ ജീവിതത്തിലെ പല ഫിത്നകളും, നമുക്ക് പല പല തോന്നിവാസങ്ങളിലേക്കും ഫിത്നകളിലും നമ്മളെത്താൻ കാരണം ശൈത്താനിന്റെ പ്രേരണയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ദീൻ ഊരി മാറ്റുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാതയിൽ കൃത്യമായി നിലകൊള്ളുക. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സുരക്ഷയ്ക്ക് സബബാക്കി പഠിപ്പിച്ചു എന്നതും. ഇനി നാളെ മറ്റന്നാൾ പരലോകത്തും അള്ളാഹുവിൻ്റെ അടുക്കൽ കൈച്ചലാവണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ, ഒരു ഹെസ്ന് കിട്ടണമെങ്കിൽ, നരകത്തിൽ നിന്ന് ഒരു പരിച സുരക്ഷ നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞിരുന്ന ഒരേ വഴി അള്ളാഹുവിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ തന്നെ ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനുകളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മതത്തിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ കൃത്യമായി കണിശമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യം നോക്കി നടത്തുന്ന, അങ്ങനെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സ്വാലിഹാത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം ഒരു പരീക്ഷണമായി കൊണ്ടാണ് പഠിപ്പിച്ചു തന്നത്. പല ആളുകളും, പ്രത്യേകിച്ച് പല ആളുകളുടെയും ഉമ്മമാരും, നമ്മുടെ കുടുംബക്കാർ, പലരും കൂട്ടുകാർ, സുഹൃത്തുക്കൾ, ഉമ്മമാർ, ഉപ്പമാർ പലരും രോഗാവസ്ഥയിലാണ്. ആ രോഗം കാരണം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലരും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും നിരക്കാത്ത രീതിയിലുള്ള വിശ്വാസവും സംസാരവും രോഗം കാരണം പലരിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പലരും സൂചിപ്പിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള രോഗത്തിൽ നിന്ന് ബുദ്ധിമുട്ടുന്ന ഉമ്മമാരെയും ഉപ്പമാരെയും കുടുംബക്കാരെയും എല്ലാ മുഅ്മിനുകളെയും മുഅ്മിനാത്തുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് അവരൊക്കെ
കാക്കുമാറാകട്ടെ. എല്ലാ സകല മുസീബത്തുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാതയിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുന്ന, അങ്ങനെ തന്നെ ജീവിക്കുന്ന വിശ്വാസികളിൽ, വിശ്വാസിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ വഅൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ വഅൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم انصر إخواننا في فلسطين يا رب العالمين. اللهم انصر إخواننا في فلسطين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين يا رب العالمين. أقم الصلاة.